ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല. ആരോഗ്യം എന്നത് ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജിസ്റ്റും ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആൻഡ് ഈ ഹോസ്പിറ്റലിൻ്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറും കൂടിയായ കൽപ്പേനി ദ്വീപ് സ്വദേശി ഡോക്ടർ ബി. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണല്ലോ. അതെ. എന്താണ് ഈ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? പറയാം. ഇന്ത്യയിലെ ആരോഗ്യ സേവനങ്ങളെ ഡിജിറ്റലായി ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. രോഗികൾക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും സുരക്ഷിതമായും എളുപ്പമായും ആരോഗ്യ വിവരങ്ങൾ കൈമാറുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിലൂടെ ആരോഗ്യ സേവനം പേപ്പർ ഇല്ലാതെ, ക്യാഷ് ഇല്ലാതെ കൂടുതൽ എളുപ്പമായും സുതാര്യമാവുകയും ചെയ്യും. രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി രാജ്യത്തുടനീളം എവിടെ നിന്നും ലഭ്യമാക്കാൻ കഴിയുന്നതിനാൽ പരിശോധനകൾ എല്ലാം ആവർത്തിക്കേണ്ട ആവശ്യമില്ല. സമയവും പണവും ലാഭിക്കാം. ഈ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞില്ലേ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വരുന്നത് അബ ID എന്ന് പറഞ്ഞാൽ. ഈ അബ ID ഒരു സാധാരണ പൗരന് ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ആബ ID അതായത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എന്നത് ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന 14 അക്കങ്ങളുള്ള പ്രത്യേക ആരോഗ്യ തിരിച്ചറിയൽ നമ്പറാണ്. അതായത് ഹെൽത്ത് ആബ ID. ഇതിലൂടെ ആശുപത്രികളിൽ എളുപ്പത്തിൽ OPD രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ആരോഗ്യ രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും ആവശ്യാനുസരണം ഡോക്ടർമാരുമായി പങ്കിടാനും സാധിക്കും. കൂടാതെ ഈ ആബ ID ഉള്ളവർക്ക് അവരുടെ ID ഉപയോഗിച്ച് ഇൻഷുറൻസ് പോലുള്ള പദ്ധതികൾ എളുപ്പമാക്കാനും കാര്യക്ഷമമാക്കാനും സാധിക്കും. ഈ ആബ ആപ്പിലൂടെ നമ്മുടെ ആളുകൾക്ക് എന്തെല്ലാം സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്? ആബ മൊബൈൽ ആപ്പിലൂടെ ആബ ID ഉണ്ടാക്കാൻ സാധിക്കും. ഇതുവഴി അവരുടെ ആരോഗ്യ രേഖകൾ അതായത് ഹെൽത്ത് റെക്കോർഡുകൾ ലിങ്ക് ചെയ്യാനും അവരുടെ മുമ്പുള്ള ചികിത്സാ വിവരങ്ങൾ സൂക്ഷിക്കാനും സാധിക്കും. ഈ ആരോഗ്യ രേഖകൾ ഡോക്ടർമാരുമായി പങ്കിടാനും സാധിക്കുന്നതാണ്. കൂടാതെ ഈ ആബ ആപ്പിൽ ഉള്ള സ്കാൻ ആൻഡ് ഷെയർ ഓപ്ഷൻ ഉപയോഗിച്ച് ഹോസ്പിറ്റലിലെ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് OPD രജിസ്ട്രേഷൻ എളുപ്പത്തിലാക്കാനും ക്യൂ മാനേജ്മെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ആബ കാർഡ് എടുക്കുമ്പോൾ ആബ ആപ്പ് വഴി ആബ അഡ്രസ്സ് ഉണ്ടാക്കാനും സാധിക്കും. നമ്മൾ സാധാരണയായിട്ട് ഈ ആബ കാർഡ് തയ്യാറാക്കുന്നത് ആധാർ ഉപയോഗിച്ചിട്ടാണ് അല്ലേ? അതെ. അപ്പോൾ ഈ ആധാർ ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ കയ്യിൽ ഇല്ലയെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ ഈ ആബ ID ഉണ്ടാക്കാൻ? മാർഗമുണ്ട്. നമുക്ക് ആബ ID ആബ പോർട്ടൽ ഉപയോഗിച്ച് അതായത് aba.abdm.gov. മുഖേനയോ അല്ലെങ്കിൽ ആബ മൊബൈൽ ആപ്പ് മുഖേനയോ ആബ ID ഉണ്ടാക്കാം. കൂടാതെ ആരോഗ്യ സ്ഥാപനങ്ങളിലും കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയും ഇത് ചെയ്യാവുന്നതാണ്. ആധാർ ഇല്ലെങ്കിൽ ആധാർ ഇല്ലാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചും ആബ ID ഉണ്ടാക്കാം. നമ്മൾ ആബ ID ഉണ്ടാക്കുന്നത് ആബ പോർട്ടൽ വെച്ചിട്ടാണോ അതോ ആബ ആപ്പ് ഉപയോഗിച്ചിട്ടാണോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആബ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് ക്രിയേറ്റ് ആബ എന്ന ഓപ്ഷനിൽ പോകണം. എന്നിട്ട് നമ്മൾ യൂസിങ് ആധാർ തിരഞ്ഞെടുക്കുക. അതിലൂടെ ആധാർ നമ്പർ നൽകിയിട്ട് ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്ത് മൊബൈലിൽ വരുന്ന OTP നൽകിക്കൊണ്ട് പരിശോധനകൾ പൂർത്തിയാക്കി അതിൽ വരുന്ന അടിസ്ഥാന വിവരങ്ങൾ ശരിയാണോ എന്ന് സ്ഥിരീകരിക്കുക. അതിനുശേഷം ആബ അഡ്രസ്സ് ഉണ്ടാക്കുകയും ആബ കാർഡ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുക. ഇപ്പം നമ്മൾ ആബ കാർഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ? ഇതിൽ ഈ ആബ അഡ്രസ്സ് എന്നത് എന്താണ്? അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആബ അഡ്രസ്സ് എന്നത് നമ്മുടെ ഇമെയിൽ വിലാസം പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ഡിജിറ്റൽ ആരോഗ്യ വിലാസമാണ്. ഇത് ആബ ആപ്പ് ലോഗിൻ ചെയ്യാനും ആരോഗ്യ രേഖകൾ സുരക്ഷിതമായി സ്വീകരിക്കാനും കൈമാറാനും കഴിയും. കൂടാതെ കൺസെൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നു. ആബ ആപ്പ് വഴി നമ്മൾ ആബ കാർഡ് എടുക്കുമ്പോൾ ഉണ്ടാക്കുന്നതാണ് ആബ അഡ്രസ്സ്. ഈ ആബ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ആബ അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മൾട്ടിപ്പിൾ ആബ അഡ്രസ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും ഒരു ആബ അഡ്രസ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റെക്കോർഡ്സുകൾ എടുക്കാൻ എളുപ്പമാണ്. പക്ഷേ മൾട്ടിപ്പിൾ ആബ അഡ്രസ്സ് ഉണ്ടാക്കി നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് സേവ് ചെയ്യാനും സാധിക്കും. ഈ സ്കാൻ ആൻഡ് ഷെയർ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു?
അതുപോലെ തന്നെ രോഗികൾക്ക് ഇത് എങ്ങനെയാണ് സഹായകരമാണോ ഇത്? സ്കാൻ ആൻഡ് ഷെയർ എന്നത് വേഗത്തിലുള്ള OPD രജിസ്ട്രേഷൻ്റെ ഒരു പ്രക്രിയയാണ്. രോഗി ആശുപത്രിയിലെ ABDM QR കോഡ് സ്കാൻ ചെയ്ത് ആബ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിലൂടെ ക്യൂവിൻ്റെ സമയം കുറയുകയും രജിസ്ട്രേഷൻ വേഗത്തിലാവുകയും ചെയ്യും. കൂടാതെ മാനുവൽ ഡാറ്റ എൻട്രിയിൽ വരുന്ന തെറ്റുകൾ ഒഴിവാക്കാനും സാധിക്കും. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്? ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: രജിസ്ട്രേഷൻ കൗണ്ടറിൽ കാണുന്ന സ്കാൻ ആൻഡ് ഷെയർ QR കോഡ് കണ്ടെത്തുക. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ സ്കാൻ ആൻഡ് ഷെയർ QR കോഡ് കണ്ടെത്തുക. ആബ ആപ്പ് അല്ലെങ്കിൽ ABDM ഇനാബിൾഡ് PHR ആപ്പുകൾ, അതായത് ഏക കെയർ, ആരോഗ്യ സേതു എന്നീ ആപ്പുകൾ വഴി സ്കാൻ ആൻഡ് ഷെയർ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് QR കോഡ് സ്കാൻ ചെയ്യുക. ഉപയോഗിക്കേണ്ട ആബ അഡ്രസ്സ് തിരഞ്ഞെടുത്ത് വിവരങ്ങൾ പരിശോധിച്ച് കൺസെൻറ്റ് നൽകിക്കൊണ്ട് ഡാറ്റ ഷെയർ ചെയ്യുക. ഇതിൽ ഉപയോഗിക്കേണ്ട ആബ അഡ്രസ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ഫോണിൽ തന്നെ മാക്സിമം 6 ആബ അഡ്രസ്സ് വരെ നമുക്ക് സേവ് ചെയ്യാം. നമ്മുടെ പാരൻസിൻ്റെയോ മക്കളുടെയോ വൈഫിൻ്റെയോ ആരുടെ വേണം സേവ് ചെയ്യാം. നമ്മൾ ആരുടെ ഇതാണോ നമുക്ക് എടുക്കേണ്ടത്, OP ടിക്കറ്റാണ് എടുക്കേണ്ടത്, അവരുടെ ആബ അഡ്രസ്സ് തിരഞ്ഞെടുത്ത് വിവരങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ടോക്കൺ എടുക്കാം. സ്കാൻ ആൻഡ് ഷെയർ QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴേക്ക് നമുക്കൊരു ഡിജിറ്റൽ ടോക്കൺ നമ്പർ കിട്ടും. ഈ ടോക്കൺ നമ്പർ കൗണ്ടർ സ്റ്റാഫിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ നമുക്ക് വേണ്ടത് ആ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് OP ടിക്കറ്റ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ടോക്കൺ എടുക്കുന്നത് OPD കൗണ്ടറിൻ്റെ ടോക്കണാണ്, നമ്മുടെ OPD രജിസ്ട്രേഷൻ്റെ ടോക്കണാണ്, അല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റ് ടോക്കൺ അല്ല എടുക്കുന്നത്. നമ്മൾ സ്കാൻ ആൻഡ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോക്കൺ OPD രജിസ്ട്രേഷൻ കൗണ്ടർ ടോക്കണാണ്. അവിടെ ചെന്നിട്ട് OPD രജിസ്ട്രേഷൻ കൗണ്ടർ സ്റ്റാഫിനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ സെപ്പറേറ്റ് QR കോഡ് ഇല്ലാത്തതുകൊണ്ട് ഒറ്റ QR കോഡിൽ നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ നമ്പർ OPD രജിസ്ട്രേഷൻ നമ്പറാണ്. അവിടെ ചെന്ന് OPD സ്റ്റാഫ് കൗണ്ടർ സ്റ്റാഫിനോട് പറഞ്ഞിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് ടോക്കൺ നമ്പർ വേറെ കിട്ടും. നമ്മളിപ്പോൾ ടോക്കൺ നമ്പറിൽ കിട്ടിയത് നമ്പർ 14 ആണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ചിലപ്പോൾ 21 ആവാം. കാരണം നമുക്ക് മുമ്പ് ക്യൂ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ആബ നമ്പർ വെച്ചുകൊണ്ടോ OP ടിക്കറ്റ് എടുത്തവരുണ്ടാവാം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയ നമ്പർ ചിലപ്പം മുമ്പിലോട്ടും ആകാം പുറകിലോട്ടും ആകാം ഡിപ്പാർട്ട്മെൻറ്റിൽ. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം പലരും ഇത് ഒരു ഇഷ്യൂ ആക്കി എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ ഇന്ന നമ്പറാണ്, ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ നമ്പർ മാറിപ്പോകുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം. കാരണം നമ്മൾ ഈ എടുക്കുന്ന ടോക്കൺ OPD രജിസ്ട്രേഷൻ ടോക്കണാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ടോക്കൺ സെപ്പറേറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ കവരത്തിലാണ് ഇപ്പോൾ നമ്മൾ ആധാർ QR കോഡ് നമ്മൾ എടുക്കുന്നതാണ്, രജിസ്ട്രേഷൻ ചെയ്യുന്നതാണെങ്കിൽ, ഇപ്പോൾ വേറൊരു ദ്വീപിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കുമോ? വ്യത്യാസമുണ്ടാവുമോ? അല്ല, ഇപ്പം നമ്മുടെ ഓരോ ഹോസ്പിറ്റലും ഓരോ ഫെസിലിറ്റിയാണ്. ഓരോ ഫെസിലിറ്റിയും സെപ്പറേറ്റ് QR കോഡുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അവിടുത്തെ കിട്ടുന്ന UHI നമ്പർ സെപ്പറേറ്റ് ആയിരിക്കും. ആ ഹോസ്പിറ്റൽ UHI നമ്പർ സെപ്പറേറ്റ് ആയിരിക്കും. ഓരോ ഹോസ്പിറ്റലും വേറെ വേറെയാണ്. എന്താണ് ഈ ഹെൽത്ത് ഫെസിലിറ്റി രജിസ്ട്രി എന്ന് പറഞ്ഞാൽ? ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ്റെ ബിൽഡിംഗ് ബ്ലോക്കിൽ കാണുന്ന സംഭവങ്ങളാണ് ഹെൽത്ത് ഫെസിലിറ്റി രജിസ്ട്രി, ആബ ഹെൽത്ത് പ്രൊഫഷണൽ രജിസ്ട്രി. ഇതിൽ ഇന്ത്യയിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളെയും, അതായത് സർക്കാർ, സ്വകാര്യ ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ലാബുകൾ, ഡയഗ്നോസ്റ്റിക് സെൻ്ററുകൾ, ഫാർമസികൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു ഡിജിറ്റൽ രജിസ്ട്രിയാണ് HFR എന്ന് പറയുന്നത്, അതായത് ഹെൽത്ത് ഫെസിലിറ്റി രജിസ്ട്രി. ഇതിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ഒരു യൂണിക് ഫെസിലിറ്റി ID ലഭിക്കും. രോഗികൾക്ക് അടുത്തുള്ള അംഗീകൃത ആരോഗ്യ സ്ഥാപനങ്ങൾ കണ്ടെത്താനും ഡിജിറ്റൽ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭിക്കാനും സാധിക്കുന്നു. കൂടാതെ സർക്കാരിന് ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും HFR സഹായകമാണ്. സാധാരണ ജനങ്ങൾക്ക് ഇതിലൂടെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഈ HFRലൂടെ? അതെ, രോഗികൾക്ക് അടുത്തുള്ള അംഗീകൃത ആരോഗ്യ സ്ഥാപനങ്ങൾ കണ്ടെത്താനും ഡിജിറ്റൽ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭിക്കാനും സാധിക്കും. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനെ കുറിച്ചാണല്ലോ. അതെ, അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിൽ വരുന്നതാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ രജിസ്ട്രി എന്ന് പറഞ്ഞാൽ. എന്താണ് അത് ഡോക്ടർ? അതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? ഹെൽത്ത് കെയർ പ്രൊഫഷണൽ രജിസ്റ്റർ HPR ഇത് രാജ്യത്തെ എല്ലാ യോഗ്യരായ ആരോഗ്യ പ്രവർത്തകരുടെ ദേശീയ ഡിജിറ്റൽ രജിസ്ട്രിയാണ് ഹെൽത്ത് പ്രൊഫഷണൽ രജിസ്ട്രി. ഡോക്ടർമാർ, നഴ്സുമാർ, ഫാർമസിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. രോഗികൾക്ക് യോഗ്യരായ വിദഗ്ധരെ കണ്ടെത്താനും വിശ്വാസ്യതയുള്ള ആരോഗ്യ സേവനം ലഭിക്കാനും ഇത് സഹായിക്കുന്നു. ടെലിമെഡിസിൻ, ഓൺലൈൻ കൺസൾട്ടേഷൻ പോലുള്ളവ എന്നിവയ്ക്കും HPR പിന്തുണയ്ക്കുന്നു. ഈ ABDMൽ രോഗിയുടെ ആരോഗ്യ വിവരങ്ങളുടെ സ്വകാര്യതയും സുരക്ഷയും എങ്ങനെ ഉറപ്പാക്കുന്നു? രോഗിയുടെ വ്യക്തമായ കൺസെൻറ്റ്, അതായത് സമ്മതം ലഭിച്ചാൽ മാത്രമേ ആരോഗ്യ രേഖകൾ ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡാറ്റ സുരക്ഷിതമായി എൻക്രിപ്റ്റ് ചെയ്താണ് കൈമാറുന്നത്. രോഗിക്ക് ഏത് സമയത്തും സമ്മതം നൽകാനോ പിൻവലിക്കാനോ കഴിയും.
നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച ഹെൽത്ത് റെക്കോർഡുകൾ മറ്റ് ഹോസ്പിറ്റലിൽ ഷെയർ ചെയ്യണമെങ്കിൽ രോഗിയുടെ കൺസെൻറ്റ് ഇല്ലാതെ ഷെയർ ചെയ്യാൻ പറ്റില്ല. അത് റേസ് കൺസെൻറ്റ് എന്നുള്ള ഓപ്ഷൻ, അതായത് ABDM ഇനേബിൾഡ് ഹോസ്പിറ്റലാണെങ്കിൽ അതിൽ റേസ് കൺസെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ രോഗിക്ക് OTP പോവുകയും ആ OTP പറഞ്ഞു കൊടുത്താൽ മാത്രമേ രോഗിയുടെ ആരോഗ്യ റെക്കോർഡുകൾ ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ രോഗികൾക്ക് ഒരു വിശ്വാസം നൽകുന്ന ഒരു ഒന്ന് തന്നെയാണല്ലേ ABD എന്ന് പറയുന്നത്. സുരക്ഷിതമാണ്, അവരുടെ സുരക്ഷിതമാണ്. ഇതിൻ്റെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഓരോ കാര്യം പറഞ്ഞപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നാലും രോഗികൾക്ക് ക്യൂവിൽ വെയിറ്റ് ചെയ്യാതെ വേഗത്തിലുള്ള OP രജിസ്ട്രേഷൻ സാധ്യമാവുന്നു. ആരോഗ്യരേഖകൾ എളുപ്പത്തിൽ ഡിജിറ്റലായി ലഭ്യമാവും. ആവർത്തിച്ചുള്ള പരിശോധനകൾ കുറയാനും സാധിക്കുന്നു. കൂടാതെ ഇതുമൂലം സമയവും പണവും ലാഭിക്കാൻ സാധിക്കും. ഇതുമൂലം ഡോക്ടേഴ്സിന് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ? ഉണ്ട്. ഡോക്ടർമാർക്ക് രോഗിയുടെ മുൻ ചികിത്സാ വിവരങ്ങൾ ലഭ്യമാക്കാം. അതിലൂടെ മികച്ച ചികിത്സ നൽകാനും സാധിക്കുന്നു. ആരോഗ്യ സംവിധാനത്തിന് കാര്യക്ഷമമായ സേവനങ്ങൾ, കൃത്യമായ ഡാറ്റ, മികച്ച ആസൂത്രണം മൂലം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇപ്പോൾ ആബാ കാർഡിനെ കുറിച്ചും അതുപോലെ തന്നെ ADMനെ കുറിച്ചും ഒരുപാട് നല്ല എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡോക്ടർ നമ്മളോട് സംസാരിച്ചു അല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ ആബാ കാർഡ് എടുക്കാത്തവർ. അത് ചിലപ്പോൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ എടുക്കാത്ത ആൾക്കാരുണ്ടാവും. ഈ തയ്യാറാകാത്ത ആളുകൾക്ക് എന്ത് സന്ദേശമാണ് ഡോക്ടർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ലക്ഷദ്വീപിൻ്റെ അവസ്ഥ എടുക്കുമ്പോൾ ആബാ കാർഡ് എടുക്കാൻ തയ്യാറാകാത്ത ആളുകൾ അധികം ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടേത് ആൾമോസ്റ്റ് 100% അടുത്തെത്തിയിട്ടുണ്ട്. എന്നാലും കുറേ ഡ്യൂപ്ലിക്കേറ്റ് ആബായും കുറച്ച് പേർക്ക് എടുക്കാത്തതുമുണ്ട്. മിക്കവാറും ആളുകൾക്ക് അവരുടെ ആധാർ OTP ഇഷ്യൂസ് കാരണമാണ് എടുക്കാൻ പറ്റുന്നത്. ചിലർക്ക് മാത്രം ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം. എനിക്ക് അവരോട് പ്രത്യേകം പറയാനുള്ളത്, ആബാ കാർഡ് എന്നുള്ളത് നിങ്ങളുടെ ഡിജിറ്റൽ ആരോഗ്യ തിരിച്ചറിയൽ ID ആണ്. ഇത് സുരക്ഷിതവും സൗജന്യവുമാണ്. ഇത് ആരോഗ്യ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കാൻ സഹായിക്കുന്നു. കൂടാതെ നമ്മൾ ഇപ്പം കവരത്തി IG ഹോസ്പിറ്റലിൽ നമ്മൾ കാണിച്ചു. നമ്മൾ കൊച്ചിയിലോട്ട് 1-2 ദിവസത്തേക്ക് ഇറങ്ങാനായിട്ട് പോയി. വെറുതെ കറങ്ങാനായിട്ട് പോയത്. അവിടെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു, നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. അപ്പോൾ അവിടുന്ന് അവർ ഡോക്ടർ ചോദിക്കുകയാണ് നിങ്ങൾ പ്രീവിയസ് കാണിച്ച പേപ്പർ ഉണ്ടോയെന്ന്. നമ്മൾ ആരും കറങ്ങാൻ പോകുമ്പോൾ പേപ്പേഴ്സ് ഒന്നും എടുത്തുകൊണ്ട് പോവില്ല, നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ നമ്മുടെ ഈ ആബാ ആപ്പ് വഴി PHR ആപ്പ് വഴി നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് നമ്മുടെ മൊബൈലിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. എവിടെ ചെന്നാലും ഇന്ത്യയിൽ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് ഈ റെക്കോർഡുകൾ എടുത്ത് അവർക്ക് കാണിക്കാൻ പറ്റും. നമ്മൾ കഴിക്കുന്ന നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതനുസരിച്ച് ഡോക്ടേഴ്സിന് അവരുടെ ട്രീറ്റ്മെൻറ്റ് മോഡിഫൈ ചെയ്യാനും അവരുടെ അസുഖങ്ങൾ കണ്ടെത്താനും സാധിക്കും. ശരിക്കും പറഞ്ഞാൽ വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ID തന്നെയാണ് ആബാ ID എന്ന് പറഞ്ഞാൽ അല്ലേ? അതെ, ആബാ ID വളരെ പ്രയോജനകരം തന്നെയാണ്. ഇപ്പം നമ്മൾ കൂടാതെ നമ്മുടെ ആശാ വർക്കേഴ്സ്, ABDM ടെക്നീഷ്യൻസ് ഇവർ ഹൗസ് ടു ഹൗസ് സർവേ നടത്തുന്നുണ്ട്. മെയിനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആബ കണ്ടുപിടിക്കാനും അത് ഡിലീറ്റും ഡീആക്ടിവേഷൻ ചെയ്യാനും മാത്രമല്ല, പുതിയ ആബ ഇല്ലാത്തവർക്ക് പുതിയ ആബ ഉണ്ടാക്കി കൊടുക്കാനും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനും വേണ്ടി നമ്മുടെ ആശാ വർക്കേഴ്സും ABDM ടെക്നീഷ്യൻ ഹൗസ് ടു ഹൗസ് സർവേ എല്ലാ നാട്ടിലും നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് QR കോഡിൻ്റെ ഒരു സ്റ്റിക്കറും കൂടെ കൊടുത്തു വിട്ടിട്ട് ഓരോ ഹൗസിലും ഓരോ സ്റ്റിക്കർ ഒട്ടിക്കുക. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പം മിക്കവാറും വയസ്സായ ഉമ്മമാരും ബാപ്പമാരും വരുമ്പോൾ അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടാകത്തില്ല. ചിലപ്പോൾ അവരുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മക്കളുടെ ഫോണിലായിരിക്കും. അങ്ങനെയുള്ള വരുമ്പോഴേക്ക് അവർക്ക് അവിടെ വന്നാൽ OTP വിളിച്ചാലും മക്കളെ കിട്ടാതെ കഴിഞ്ഞാൽ OTP വരുമ്പോൾ കിട്ടത്തില്ല. ആ അവസരത്തിൽ ബാപ്പയും ഉമ്മയും വരുമ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ വീട്ടിൽ വെച്ചിട്ട് തന്നെ സ്കാൻ ചെയ്തിട്ട് വരുവാണെങ്കിൽ OP കൗണ്ടറിൽ ചെന്നിട്ട് കൗണ്ടർ സ്റ്റാഫിൻ്റെ അടുത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ് OP ടിക്കറ്റ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുപോലെ എല്ലാ ഐലൻഡിലും നമ്മൾ കൗണ്ടറിൽ ABDM ടെക്നീഷ്യൻസിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ABDM ടെക്നീഷ്യൻസ് സ്കാൻ ആൻഡ് ഷെയറിനെ കുറിച്ചും ABDM ബാക്കി ഫംഗ്ഷനൽസിനെ കുറിച്ചും എല്ലാം അവരെപ്പോഴും സഹായിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അവരുടെ സേവനങ്ങൾ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുകയും മാക്സിമം പറ്റുന്ന എല്ലാവരും ആബാ ID ഉണ്ടാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും GPay ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ് GPay ഉപയോഗിക്കുന്നത്? ആരെങ്കിലും ഒന്ന് നിർബന്ധിച്ച് പറയാറുണ്ടോ GPay എടുക്കണമെന്ന്? ഇല്ല. നമുക്കതിൻ്റെ ഉപയോഗം അറിയാവുന്നതുകൊണ്ട് നമുക്ക് പേഴ്സ് ഉപയോഗിക്കേണ്ട, നമ്മുടെ കാശ് ആരും കട്ടുകൊണ്ട് പോകത്തില്ല. എല്ലാം സേഫായിട്ട് നമുക്ക് മൊബൈൽ വഴി നമുക്ക് കറക്റ്റ് എമൗണ്ട് കൊടുത്താൽ മതി. കയ്യിൽ പിടിക്കേണ്ട ആവശ്യമില്ല. എവിടെ പോകുമ്പോഴും നമുക്ക് സേഫാണത്. ആ സേഫ്റ്റി അറിയാവുന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും GPay ഉപയോഗിക്കുന്നത്. ശരിയാണ്. അപ്പോൾ അതുപോലെ ഒരു ID ആണ് നമ്മുടെ ഹെൽത്ത് ID, ഡിജിറ്റൽ ID ആണ് ആബാ ID. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് ഡിജിറ്റലായി നമുക്ക് സേവ് ചെയ്യാനും നമുക്ക് ആവശ്യാനുസരണം ഡോക്ടർമാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റുന്ന ഒന്നാണിത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ഇന്ത്യയിലുടനീളം നമുക്ക് നമ്മുടെ റെക്കോർഡുകൾ എടുക്കാനും സാധിക്കും. ആബ എനേബിൾഡ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഇത് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റൽ റെക്കോർഡ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് പേപ്പർലെസ് ആയിട്ട് കാഷ്ലെസ് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്യാതെ ആവശ്യമുള്ള ഇൻവെസ്റ്റിഗേഷൻ മാത്രം ചെയ്തുകൊണ്ട് ഡോക്ടേഴ്സിന് നമുക്ക് നമ്മുടെ പണം ലാഭിക്കാനും സമയം ലാഭിക്കാനും സാധിക്കും. നമ്മുടെ കയ്യിൽ പിടിച്ച് കളഞ്ഞു പോകണ്ട. സാധാരണ നമ്മളിപ്പം കാണിക്കാനായിട്ട് പോവുകയാണെങ്കിൽ പോലും നമ്മൾ എല്ലാ റെക്കോർഡുകളും എടുത്താലും എന്തെങ്കിലും ഒന്ന് മറന്നു. ശരിയാണ്. ഇത് ഈ മിസ്സിംഗ് ഇല്ലാതെ നമ്മുടെ റെക്കോർഡ്, നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് നമ്മളിപ്പം IG ഹോസ്പിറ്റലിൽ ഏത് സ്പെഷ്യാലിറ്റി കാണിച്ചാലും എല്ലായിടത്തെ റെക്കോർഡ് നമുക്ക് അതിനകത്ത് കാണാം. നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കൺസെന്റ് കൂടെ ഇല്ലാതെ അവർക്ക് എടുക്കാനും പറ്റില്ല. ഒരു ഹോസ്പിറ്റൽ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മുടെ കൺസെന്റ് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സുതാര്യമാവുകയും നമുക്കിത് വളരെ ഉപകാരപ്രദമായ ഈ ഒരു ഡിജിറ്റൽ ഹെൽത്ത് സിസ്റ്റം ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇത്രയും സമയം, ഈ വിലപ്പെട്ട സമയം നീക്കി വച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്ര നല്ല ഒരു അറിവ് പകർന്നതിന് ആകാശവാണി കവരത്തിയുടെ വളരെയധികം നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു, വെൽക്കം. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഓഫ്താൽമോളജിസ്റ്റും ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആൻഡ് ഈ ഹോസ്പിറ്റലിൻ്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറും കൂടിയായ കൽപ്പേനി ദ്വീപ് സ്വദേശി ഡോക്ടർ ബി. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വ്യക്തിയുമായി കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആരോഗ്യ വിചാരം, ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട.